ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞങ്ങളെ ചങ്ങനാശ്ശേരി വരെ ഒന്ന് പോവാം. അപ്പോൾ ഒരു യാത്രാ വീഡിയോ ആണ് കേട്ടോ. ചങ്ങനാശ്ശേരി എന്ന് പറഞ്ഞാൽ പ്രോപ്പർ തെങ്ങണയിൽ അനിയൻ താമസിക്കുന്നത്. അവിടത്തേക്ക് അമ്മയും ഞാനും ലൂക്കാച്ചിയും കൂടെ പോകാം കേട്ടോ. ഇത് നമ്മുടെ കേസ് റോഡിൻ്റെ സമാന്തര പാതയാണ് കേട്ടോ, കോളനി വഴിയുള്ള പാത. ഈ പാതയിലൂടെ നമ്മൾ നേരെ ചെല്ലുന്നത് മാമ്പുഴക്കരി പാലത്ത് ചെന്ന് കയറും. അവിടെ നിന്ന് ഈശ്വര വഴി അങ്ങ് പോകാം. ഇവിടുത്തെ ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ, ഇതിലെ വണ്ടി വന്നു കഴിഞ്ഞാൽ പണി കിട്ടും. എവിടെയെങ്കിലുമൊക്കെ സൈഡ് ഒതുക്കിയിട്ട് കൊടുക്കേണ്ട വരും. ഇത് റിസ്ക്കാണ്. ബാക്കി പെട്ടെന്ന് നമുക്ക് മാമ്പഴക്കരി പിടിക്കാം. അങ്ങനെ ഞങ്ങൾ മാമ്പഴക്കരി കയറി കേട്ടോ. ഇനി ചങ്ങനാശ്ശേരിയിലേക്കുള്ള പോക്കാണ്. ഇത് ചങ്ങനാശ്ശേരി ചന്തയിലെ സിഗ്നലാണ്. ഇവിടെ നമുക്ക് റൈറ്റ് എടുത്താണ് പോകേണ്ടത്. ഇത് നമ്മുടെ പാറേപ്പള്ളിയാണ്. പാറേപ്പള്ളി പുതുക്കി പണിത് അതിഭയങ്കരമായിട്ടുള്ളൊരു പള്ളിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കൊള്ളാം, കാണാനൊക്കെ ഭയങ്കര പ്രൗഡിയും ഭയങ്കര ലുക്കും ഒക്കെയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരു ഫ്രൂട്ട്സ് കടയിൽ നിർത്തി കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ എൻ്റെ മോളവിടെ ഉണ്ട്, അവൾക്ക് വേണ്ടി വാങ്ങിച്ചു കേട്ടോ. ഇത് നമ്മുടെ തെങ്ങണം ജംഗ്ഷൻ. ഇവിടുന്ന് റൈറ്റ് എടുത്ത് പോകണം. ഇവിടെ നിന്ന് ഇനി ഒരു 10 മിനിറ്റത്തെ യാത്രയുള്ളൂ. മലയും കുന്നുമൊക്കെയാണ് ചെറിയ രീതിയിൽ. ഇവിടെയൊക്കെ നമ്മുടെ കുട്ടനാട്ടുകാരൊക്കെ ഒത്തിരി പേര് സ്ഥലം മേടിച്ച് താമസിക്കുന്നുണ്ട്. ഇവിടെ എൻ്റെ അനിയനും മേടിച്ച് 5-6 സെൻറ്റ് സ്ഥലവും ഒരു വീടും. അവിടേക്കാണ് നമ്മളിപ്പം പോകുന്നത്. എന്താ ഒരു കയറ്റം കയറി അങ്ങോട്ട് പോവുകയാണ്. നല്ല രസമാണ് കാണാൻ കേട്ടോ. 2 വശത്തും റബ്ബർ കാടുകളൊക്കെയാണ്. വിജനമായ പ്രദേശമാണ്. ഈ ഏരിയയിലൊന്നും വലിയായിട്ട് വീടും കാര്യങ്ങളൊന്നുമില്ല, കുറച്ച് കൃഷിയും കാര്യങ്ങളും ഉണ്ട്. ഇനി നമ്മൾ ചെല്ലുന്നത് ഒരു നാലുംകുടി ജംഗ്ഷനാണ്. ഈ ജംഗ്ഷനിൽ നിന്ന് നടക്കാവുന്ന ദൂരമേ ഉള്ളൂ അവൻ്റെ വീട്ടിലേക്ക്. അവൻ്റെ വീട്ടിലേക്കുള്ള സ്ഥലം ഈ വളം അങ്ങോട്ട് തിരിഞ്ഞാൽ കാണുന്നതാണ് നമ്മുടെ അനിയൻ്റെ വീട്. ഇതാണ് അനിയൻ പുതിയതായിട്ട് നിർമ്മിച്ച വീടാണ്. ഏകദേശം 1 വർഷത്തോളമായി നിർമ്മിച്ചിട്ട്. അവനിങ്ങോട്ട് മാറിയിട്ട്. ഇതെൻ്റെ മോളും അനിയൻ്റെ മോളുമാണ് കേട്ടോ. അവിടെ ഏകദേശം ഒരു 2-2.5 മണിക്കൂർ കത്തി വെച്ചിരുന്നിട്ട് ഞങ്ങൾ പതുക്കെ തിരിച്ച് പോകാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും നന്ദി.